ഫൈസൽ ഗഫൂർ, അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാച്ച് വേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ എന്ന് പറയുന്നത് മോദി ഗ്യാരണ്ടിയാണ്. അത് പിന്നീട് മോദി സർക്കാർ ഗ്യാരണ്ടിയായി മാറുന്നത് നമ്മൾ കണ്ടു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സർക്കാർ ഫണ്ട് ഏറ്റവും കൂടുതൽ ചിലവാക്കപ്പെട്ടതും ഒരുപക്ഷെ BJP സ്വന്തം നിലയ്ക്ക് ചിലവാക്കിയ തുകയുമൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ പരസ്യത്തിനും പ്രചാരണത്തിനും വേണ്ടി വലിയ തുക ചിലവാക്കി എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ മോദി ഗ്യാരണ്ടി പ്രഖ്യാപിക്കപ്പെടുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഉഷ്ണത്തിലേക്ക്, ആ ചൂടിലേക്ക് കടക്കുമ്പോൾ ഇതൊക്കെ പിന്നാമ്പുറത്തേക്ക് പോവുകയാണ്. മറിച്ച് ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ വരുന്നു. ഇവിടെ അയോധ്യയിലെ രാമക്ഷേത്രം കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ബുൾഡോസ് ചെയ്യും എന്ന് പറയുന്നു പ്രധാനമന്ത്രി. അദ്ദേഹം തന്നെ പറയുന്നു അവിടെ ബാബറി പൂട്ടിട്ട് പൂട്ടും. പിന്നീട് അതൊക്കെ അദ്ദേഹം നിഷേധിച്ചെങ്കിലും, മാത്രമല്ല ബുൾഡോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ യോഗി ആദിത്യനാഥിൻ്റെ അടുത്ത് പോയി ട്യൂഷന് പോകൂ എന്ന് അദ്ദേഹം പറഞ്ഞതിനെയൊക്കെ ഇപ്പോൾ അദ്ദേഹം നിഷേധിച്ച് പറയുന്നുണ്ട്. അമിത്ഷാ തെലങ്കാനയിൽ പറയുന്നു 4% മുസ്ലിം സംവരണം ഉണ്ടെങ്കിൽ അത് എടുത്തു കളയും എന്ന് പറയുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഈ രത്നഭണ്ഡാരങ്ങളുടെ താക്കോൽ അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്ക് കൊടുത്തുവിട്ടിരിക്കുന്നു തമിഴ്നാട്ടിലേക്ക്. അതുകൊണ്ട് ഈ ജഗന്നാഥ ക്ഷേത്രവും ഇതാ കൈമോശം വരാൻ പോകുന്നു എന്ന് ജനങ്ങളോട് പറയുന്നു. അപ്പോൾ അങ്ങനെ വിദ്വേഷ സ്വഭാവമുള്ള പരാമർശങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ ഈ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ കരുത്താർജിക്കുമെന്ന ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതല്ല ഇന്ത്യയിൽ വീണ്ടും ഒരിക്കൽ കൂടി ഭരണം പിടിക്കാൻ ഇതൊക്കെ ഏറ്റവും അനിവാര്യമായ ആയുധമാണെന്ന് BJP കരുതുന്നു എന്നതുകൊണ്ടാണോ? ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ശ്രീ ജോയെ പറഞ്ഞോടത്ത് ഞാൻ പറയാം. നമ്മൾ പറയുന്നു ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ്, മോഡി, അതൊക്കെ അദ്ദേഹം വാക്കൊക്കെ ഉപയോഗിച്ചില്ല മോഡിയെ പറ്റിയിട്ട്. നമ്മൾ ഇതേമായി തന്നെ ഇന്ത്യ ഇസ് ഇന്ദിര ഇന്ന് ദേവകാന്ത് ബറുവ കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു. ഉടനെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടായി. എമർജൻസിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ നടന്നു. ഇന്ദിരാഗാന്ധിയെ എടുത്ത് ജനം കടലിലെറിഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റ് അടക്കം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരൊറ്റ ആൾ മാത്രമേ വടക്കേ ഇന്ത്യയിൽ ജയിച്ചുള്ളൂ കോൺഗ്രസിൻ്റെ അന്ന്. അതുമാതിരി ഒന്നും ഒരു പോരാട്ടം നടക്കുന്നില്ലോ. നമ്മളിവിടെ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് അങ്ങനെ ഉണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ തമ്മിൽ കുത്തുന്നു, മനസ്സിലായോ? നമ്മളിവിടെ വടകരയിൽ വന്നിട്ട് ഏറ്റുമുട്ടുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ കണ്ടില്ലേ മറ്റേ അധീർ രഞ്ജനും മറ്റേ കാർഗെയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളുമായി നമ്മൾ എല്ലാ പാർട്ടികളും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിക് മൂവ്മെൻറ്റ് വേണമായിരുന്നു ഇതിനെതിരായിട്ട്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനെ പറ്റിയിട്ട്. നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇവർ ഫാസിസ്റ്റുകളാന്ന് പറഞ്ഞിട്ട് ഇവർ പറയേണ്ടൊക്കെ ഇവർ പറയുന്നുണ്ട്, ഇലക്ഷൻ കമ്മീഷനോട്ട് മിണ്ടുന്നുമില്ല എന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കാർഡ് വലുതായിട്ട് ഇനി ചിലവാവില്ല. ഈ ആൻറ്റി മുസ്ലിം കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് പ്ലേ ചെയ്ത് ഏതൊരു കാർഡ് നമ്മൾ പ്ലേ ചെയ്താലും കുറേ കഴിഞ്ഞാൽ അതിനൊരു വിലയില്ലാതാവും. പ്രത്യേകിച്ച് ഇപ്പം മുസ്ലിം സമുദായം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഇലക്ഷനിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഇന്ത്യയിൽ ആകെ 26 MP അതിൽ 15 സീറ്റിൽ അവർ ഭൂരിപക്ഷമുണ്ട്, അവരല്ലെങ്കിലും ജയിച്ചേനെ. ഇത്തവണയാണെങ്കിൽ ആകെ അവർക്ക് സീറ്റ്, കഴിഞ്ഞ തവണ 120 സീറ്റിൽ മത്സരിച്ചെന്ന് അവർക്ക് 75 സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ അവരടുത്ത് മാത്രമല്ല പോരാട്ടം നടക്കുന്നത്, DMK ആയിട്ട് പോരാട്ടം നടന്നില്ലേ? ധ്രുവീകരണ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മുസ്ലിം ധ്രുവീകരണത്തിനെതിരായിട്ടുള്ള ധ്രുവീകരണം മാത്രമല്ല, DMK ആയിട്ടുള്ള ധ്രുവീകരണം, സനാതന ധർമ്മത്തെ പറ്റിയിട്ട് ഒരു ഏറ്റുമുട്ടലിവിടെ നടന്നല്ലോ. എന്താ DMKക്ക് സനാതന ധർമ്മത്തിനെ എതിർക്കാനായിട്ടുള്ള അധികാരമുണ്ട്. കാരണം അത് പെരിയാർ EV രാമസ്വാമി നായ്ക്കരുടെ ദ്രാവിഡ ഫിലോസഫിയിൽ പെട്ടതാണ് സനാതന ധർമ്മം എന്നതിനെതിരായിട്ട് എതിർക്കാതെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതിപ്പോൾ കഥ കോടതി കിടക്കുന്നു പോയിട്ട്. അതേമാതിരി തന്നെയാണ് നമ്മൾ മണിപ്പൂരിൽ കണ്ടത്. ഗിരിവർഗ്ഗക്കാർ, അവർ ക്രിസ്ത്യനുമുണ്ട് ക്രിസ്ത്യൻ അല്ലാത്തവരുമുണ്ട്, അവർ തമ്മിലുള്ള പോരാട്ടം. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങൾ, ബീഹാറിനെ സംബന്ധിച്ച് ഞാൻ പറയാം, ബീഹാറിലുണ്ടായിട്ടുള്ള പോരാട്ടം നടന്നു. ബീഹാറിലെ പിന്നോക്ക ജാതികൾ രണ്ട് തട്ടിൽ നിൽക്കുകയാണ്. എക്സ്ട്രീംലി ബാക്ക്വേർഡ് ഗ്രൂപ്പ് BJPയുടെ കൂടെയും OBC, അതായത് യാദവ് അടക്കമുള്ളവർ അപ്പുറത്തെ ഭാഗത്ത്. ഇത് തന്നെ ഉത്തർപ്രദേശിൽ നടക്കുന്നത്. അപ്പം മൊത്തം രാജ്യത്ത് ഒരു ധ്രുവീകരണ സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാം. അതെല്ലാം നമുക്ക് കണ്ടിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഒറ്റ ഉദാഹരണം മാത്രം പറഞ്ഞാൽ, മറ്റേ നമ്മുടെ മുസ്ലിം സംവരണം ഇന്ത്യയിൽ മുസ്ലിം ആയിട്ടല്ല കൊടുക്കുന്നത്, OBCകളിൽ പെടുത്തിയിട്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടാണ് അത് കൊടുത്തത്. പക്ഷേ നിർഭാഗ്യവശാൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ BJP മാത്രമല്ല കോൺഗ്രസും എതിർത്തു എന്നുള്ളതാണ് ഒരു വസ്തുത അന്ന്. ഇന്നിപ്പോൾ അവർ ജാതി സെൻസസും മണ്ഡൽ നടപ്പാക്കിയതിനെ പറ്റിയിട്ടൊക്കെ രണ്ടുപേരും പറയണ്ടെങ്കിൽ കൂടി. അപ്പോൾ അവിടെ ഇതിൽ അപ്പോൾ അത് ഒരു തെറ്റായ ഒരു സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മുസ്ലിമുകൾക്ക് ഇതായിട്ട് കൊടുത്തു.
ആന്ധ്രാപ്രദേശിലെ കാര്യം ഞാൻ അംഗീകരിക്കുക. അത് രാജശേഖര റെഡ്ഡി നടത്തുന്ന ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് അദ്ദേഹത്തെ പോയി കോടതി അത് തടഞ്ഞു വെക്കുകയും അതൊരു ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ വെച്ചിട്ട് മുസ്ലിം ബാക്ക്വേർഡ് ഫോർവേഡ് ആയിട്ട് തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു തെറ്റായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതേമാതിരി തന്നെയുള്ള പല തെറ്റായിട്ടുള്ള കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഒരുപാട് കാരണം ഈവൻ പിത്രോഡയുടെ കാര്യം നമുക്കറിയാലോ. പിത്രോഡ ചാടിക്കറി ഡെത്ത് ഡ്യൂട്ടി അത് 1984 വരെ ഈ ഇൻഹെറിറ്റൻസ് ടാക്സ് ഇന്ത്യയിലുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഡെത്ത് ഡ്യൂട്ടി അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഡ്യൂട്ടിയാണ്. ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ കൊടുത്തിട്ടുള്ളതാണ്. അത് രാജീവ് ഗാന്ധി എടുത്ത് കളയത്. അങ്ങനെയാണ് അത് രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ഈ പിത്രോദ ചാടിക്കയറി മണ്ടത്തരം പറഞ്ഞപ്പോൾ എന്ത് പറ്റി വെച്ചാൽ കോൺഗ്രസ് എന്തോ അതിനനുകൂലമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ഫാൾസ്ഹുഡ്, അതായത് പച്ച നുണ പ്രചരണങ്ങളുള്ള അപ്പുറത്തും ഇപ്പുറത്തുമുള്ള തരത്തിലുള്ള ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, താഴത്തെ ലെവലിൽ ജനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസം, അവരുടെ തൊഴിൽ, അവരുടെ ഭക്ഷണം, ഇന്ത്യ ഒരുപാട് ഇൻഡൈസസ്, ഞാൻ ഇൻഡൈസസ് ഒന്നും പറയുന്നില്ല, കൺസംഷൻ ഇൻഡൈസസ് തൊട്ടിട്ട് പോവർട്ടിയുടെ മറ്റുള്ള ഇൻഡൈസസിലൊക്കെ പുറയിൽ നിൽക്കുന്ന ഒരു സമയത്ത് അതിനെ പറ്റിയിട്ട് ജനം ചിന്തിക്കേണ്ട, വിലക്കയറ്റത്തെ പറ്റി ജനം ചിന്തിക്കേണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതിപ്പോൾ പോയിട്ട് അവിടെ പോയിട്ട് പ്രസംഗിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, മതവിഭാഗത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഒരു ജാതി വിഭാഗത്തിനെതിരായിട്ടോ പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് പറയാം, രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇന്ത്യ ഷൈനിങ് എന്ന പേരിൽ അടൽ ബിഹാരി വാജ്പേയി ജയിച്ചതായിട്ടല്ലേ നമ്മളെല്ലാ ചാനലുകളും പറഞ്ഞത് അദ്ദേഹത്തിന് മുമ്പ്. അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുമ്പോൾ മോഡിയെക്കാട്ടും വലിയ ഉയർന്ന ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിട്ടുള്ള വ്യക്തിയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ വെച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ഷൻ നടത്തിയത്. തോറ്റ് തുന്നം പഠിപ്പുകയില്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഇതുകൊണ്ട് മാത്രമൊന്നും കാര്യമില്ല, താഴത്തെ ലെവലിൽ എന്തോ താഴത്തെ ലെവലിൽ നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. താഴത്തെ ലെവലിൽ ജനങ്ങൾ അസ്വസ്ഥരാണ്. അതാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ താഴത്തെ ജനങ്ങളെ കുത്തിപ്പൊക്കാനായിട്ട് ജാതിയോ മതമോ ആര് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ അത് ഫലിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ പാടില്ല. ഞാൻ 300 BJPക്ക് കിട്ടുമെന്ന NDAക്ക് കിട്ടും എന്ന് പറയുമ്പോൾ മറ്റൊരുക്ക് 240 കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫൈറ്റ് ഇല്ലേ? അവർ ഈക്വലൈസ് ചെയ്തൊരു ഫൈറ്റ് 30 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പോയി. അങ്ങനെയല്ല നമുക്ക് ഒരു നിരൂപണം നടത്താൻ പറ്റുള്ളൂ. അല്ലാതെ രണ്ടുപേർക്ക് 270 കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക്. ശരി, KVS ഹരിദാസ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇതിൽ പറയാനുള്ളത്.